ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അച്ചിങ്ങാപ്പയറും കൊഞ്ചും കൊണ്ടുണ്ടാക്കിയ ഒരു അടിപൊളി തോരനാണ്. മുമ്പ് നമ്മൾ അച്ചിങ്ങാപ്പയറും കൊഞ്ചും കൊണ്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിരുന്നു. അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതായിരുന്നു. ഇതും അതിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് ഇത്. ചോറിനും എന്തിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 250 ഗ്രാം കൊഞ്ചും അതുപോലെ തന്നെ 250 ഗ്രാം അച്ചിങ്ങാപ്പയറും എടുത്തിട്ടുണ്ട്. പയറെല്ലാം കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൊഞ്ചും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് നമുക്കെന്താണെന്ന് നോക്കാം. ഒരു മുറി തേങ്ങ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 4 പച്ചമുളക്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. തോരന് ചതയ്ക്കുന്ന തോരൻ ചതച്ചെടുത്താൽ മതി. ഇനി ഞാൻ ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 3-4 ഉണക്കമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങാപ്പയറുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പയർ എണ്ണയിലൊന്ന് മൂപ്പിക്കണം. ഒരുപാട് മൂപ്പിക്കേണ്ട, ഒന്ന് വഴറ്റിയെടുക്കുക. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൊഞ്ചും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റുക. കൊഞ്ചിൻ്റെ ആ നിറമൊക്കെ ഒന്ന് മാറി വരണം. ഒന്ന് കുറച്ച് വെന്ത് വരുമല്ലോ, അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. ആ സമയം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. കൊഞ്ചിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൊഞ്ചൊരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് അരപ്പ് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇരുന്നൊന്ന് വേവട്ടെ. ഒരു 5 മിനിറ്റ് ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്